അപ്പം വീണ്ടും ഒരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ കണ്ടത് macOSനകത്തെ കുറച്ച് ടിപ്സും ട്രിക്സും ഒക്കെയാണ്. അപ്പോൾ ഇതും അതിൻ്റെ ഒരു പാർട്ട് 2 ആണ്, കണ്ടിന്യൂഷൻ വീഡിയോ ആണ്. ഇതിനകത്ത് നമ്മൾ കുറച്ച് ടിപ്സും ഹിഡൻ ഫീച്ചേഴ്സ് അങ്ങനെയുള്ള കുറച്ച് ഫീച്ചേഴ്സാണ് നമ്മൾ കാണാൻ പോകുന്നത്, ചെക്ക് ചെയ്യാൻ പോകുന്നത്. അപ്പം ആദ്യമായിട്ട് നമ്മുടെ ഈ മൗസിൻ്റെ കളർ എങ്ങനെയാണ് മാറ്റുന്നതെന്നുള്ളതാണ്. ഇത് ഞാൻ എൻ്റെ വിൻഡോസ് PC-യിലും ഇങ്ങനെ തന്നെ ചെയ്തിട്ടുണ്ട്. യൂഷ്വലി നമ്മൾ മാക്ക് മേടിച്ചപ്പോൾ എനിക്ക് തോന്നുന്നത് ബ്ലാക്ക് ആയിരുന്നാണ് എൻ്റെ ഓർമ്മ. അപ്പം എനിക്കത് പെട്ടെന്ന് മൗസ് ഹൈലൈറ്റ് ആയിട്ട് കാണിക്കാൻ വേണ്ടിയാണ് അതങ്ങനെ ഞാൻ ചെയ്തിരിക്കുന്നത്. അപ്പോൾ അത് ചെയ്യാനുള്ള മാർഗ്ഗം, നമ്മൾ സെറ്റിങ്സിൽ പോയിട്ട് ആക്സസിബിലിറ്റിയിൽ പോവുക, ഡിസ്പ്ലേയിൽ താഴെ ഇവിടെ പോയിൻ്ററിൻ്റെ ഫിൽ കളറുണ്ട്, പോയിൻ്റർ സെക്ഷനിൽ. ആ പോയിൻ്റർ ഫിൽ കളർ നമുക്ക് ഏത് കളർ വേണേലും മാറ്റാം. ഞാനത് റെഡാണ് ആക്കിയിരിക്കുന്നത്, കാരണം അതാണ് കുറച്ച് നമുക്ക് പെട്ടെന്ന് ഡിഫറൻഷ്യേറ്റഡ് ആയിട്ടുള്ള ഒരു കളർ, അതായത് ഡിഫറൻഷ്യേറ്റ് എളുപ്പം, അതായത് റെഡാണ് ഞാൻ വെച്ചിരിക്കുന്നത്. ഓക്കെ, അതാണ് ഫസ്റ്റ് കാണിക്കാൻ ഉദ്ദേശിച്ചത്. പിന്നെ രണ്ടാമത്തേത് നമുക്ക് ഹോട്ട് കോർണേഴ്സ് എന്നും പറഞ്ഞൊരു ഫീച്ചറുണ്ട് മാക്കിനകത്ത്. അതായത് ഈ 4 കോർണേഴ്സ് നമുക്ക് ഓരോ ഇതിനായിട്ട് നമുക്ക് ഉപയോഗിക്കാം. അതായത് ഇപ്പോൾ ഞാൻ ഈ കോർണറിൽ പോയി കഴിഞ്ഞാൽ എൻ്റെ ഈ ആപ്പ് സ്ക്രീൻ തുറന്നു വരും. ഒന്നുകൂടെ അവിടെ പോയി കഴിഞ്ഞാൽ അത് ക്ലോസ് ചെയ്യും. ഇനിയിപ്പം ഞാൻ കമാൻഡ് പ്രസ് ചെയ്തിട്ട് ഈ സൈഡിൽ പോയി കഴിഞ്ഞാൽ എൻ്റെ അവൈലബിൾ വിൻഡോസ് എല്ലാം കാണിക്കും. അതുപോലെ തന്നെ ഈ താഴെ റൈറ്റ് സൈഡിൽ ഈ ഭാഗത്ത് ഞാൻ കമാൻഡ് പ്രസ് ചെയ്ത് വന്നു കഴിഞ്ഞാൽ എനിക്ക് പുതിയൊരു നോട്ട് എടുക്കാൻ പറ്റും. നിങ്ങൾക്കിവിടെ കാണാൻ പറ്റും പുതിയൊരു നോട്ട് വരുന്നത്. അപ്പം അത് ഞാൻ പറയാം എന്തുകൊണ്ടാണ് ഞാൻ കമാൻഡ് ഇവിടെ പ്രസ് ചെയ്ത് ഇവിടെ ജസ്റ്റ് ഒന്നും പ്രസ് ചെയ്യാതെ മൗസ് മാത്രം കൊണ്ടുവരുമ്പോൾ ചെയ്യുന്നുള്ള കാര്യം. അതിനായിട്ട് നമ്മൾ ചെയ്യേണ്ടത് ഹോട്ട് കോർണേഴ്സിൻ്റെ സെറ്റിങ്സിൽ പോകുക എന്നുള്ളതാണ്. അതും സിസ്റ്റം സെറ്റിങ്സിൽ പോയിട്ട് നമ്മൾ ഡോക്ക്, അതായത് ഡെസ്ക്ടോപ്പ് ആൻഡ് ഡോക്ക് സെറ്റിങ്സ്, അതിൻ്റെ ഏറ്റവും താഴെ ഇവിടെ ഹോട്ട് കോർണേഴ്സ് ഉണ്ട്. ഹോട്ട് കോർണേഴ്സിൽ പോകുമ്പോൾ നമുക്കിങ്ങനെ ഒരു ഓപ്ഷൻ കിട്ടും. ഇതിനകത്ത് നമുക്ക് 4 കോർണറിലും വേണ്ടിയത് സെലക്ട് ചെയ്യാൻ പറ്റും. അപ്പം യൂഷ്വലി നമ്മുടെ സെലക്ഷൻ വരുന്നത് ഇങ്ങനെ ആയിരിക്കും. അപ്പോൾ നമ്മൾ കമാൻഡൂടെ പ്രസ് ചെയ്യുവാണെങ്കിൽ നമുക്ക് കമാൻഡൂടെ ചേർത്തുള്ള ഷോർട്ട് കട്ട് കീ നമുക്കവിടെ അസൈൻ ചെയ്യാം. അപ്പം ഞാനിവിടെ ലോഞ്ച് പാഡാണ് ഇപ്പം ഡീഫോൾട്ടായിട്ട് ചെയ്തിരിക്കുന്നത്. കാരണം ആ ഒരു എഡ്ജിൽ, ആ ഒരു കോർണറിൽ നമ്മൾ യൂഷ്വലി അങ്ങനെ മൗസും കൊണ്ട് പോകാത്തതുകൊണ്ടാണ് ഞാൻ കമാൻഡ് കൊടുക്കാതെ ഈസി ആക്സസിന് അങ്ങനെ ചെയ്തിരിക്കുന്നത്. ബാക്കിയുള്ള കോർണേഴ്സ് നമ്മൾ ഒരു പക്ഷേ നമ്മളെപ്പോഴേലുമൊക്കെ മൗസ് മൂവ് ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക് അതിങ്ങനെ ആ ഒരു വിൻഡോ വരും. അപ്പോൾ അത് ഒഴിവാക്കാൻ വേണ്ടിയാണ് ഞാൻ പർപ്പസ്ഫുള്ളി കമാൻഡ് കൂടെ അവിടെ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ അതാണ് ഹോട്ട് കോർണേഴ്സ്. അതിനകത്ത് കുറച്ച് ഇത് കൊടുത്തിട്ടുണ്ട്. നമുക്കിതിൽ ഏത് വേണേലും നമുക്ക് ലോക്ക് സ്ക്രീൻ ആക്കണമെങ്കിൽ നമ്മുടെ PC ഓട്ടോമാറ്റിക്, മാക് ഓട്ടോമാറ്റിക് സ്ലീപ്പ് ആവണമെങ്കിൽ അതിനുള്ളത്, അങ്ങനെ വെറൈറ്റി കൊടുത്തിട്ടുണ്ട്. ക്വിക്ക് നോട്ട് ബൈ ഡീഫോൾട്ട് റൈറ്റ് ബോട്ടം കോർണറിൽ ഓൾറെഡി ഉണ്ട്. അപ്പം അതാണ് ഹോട്ട് കോർണേഴ്സ്. ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ്. ഒരു ഈസി ഫീച്ചറാണ്. നമുക്ക് പെട്ടെന്ന് ഇപ്പം നമുക്ക് ഡോക്കിൽ നമുക്ക് ലോഞ്ച് പാഡ് ഇല്ല, നമുക്കത് മാറ്റണമെങ്കിൽ നമുക്കത് മാറ്റിയിട്ട് ജസ്റ്റ് ഇങ്ങനെ ഉപയോഗിച്ചാൽ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ അതാണ് ഹോട്ട് കോർണേഴ്സ്. ഇനി മൂന്നാമത്തേത് ക്വിക്ക് ആക്ഷൻ. നമുക്ക് ക്വിക്ക് ആക്ഷൻസ് എന്നും പറഞ്ഞ് ഇതിനകത്ത് കുറച്ച് ഫീച്ചേഴ്സ് ഉണ്ട്. അത് നമുക്ക് ഡെസ്ക്ടോപ്പിൽ കിടക്കുന്ന ഇമേജസിനെയും ചെയ്യാം, മറ്റ് ഫയൽസിനും ഉണ്ട്. ഞാനിപ്പോൾ അത് ജസ്റ്റ് ഫൈൻഡറിനകത്ത് കാണിച്ചു തരാം. ഇതെൻ്റെ ഫൈൻഡറിൻ്റെ ഡൗൺലോഡ്സ് ആണ്. അപ്പോൾ ഇതിനകത്ത് നമ്മളൊരു ഇമേജ് ക്ലിക്ക് ചെയ്തിട്ട് റൈറ്റ് ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ക്വിക്ക് ആക്ഷൻസ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. അതിനകത്ത് കുറച്ച് ഓപ്ഷൻസ് ഉണ്ട്. റിമൂവ് ബാക്ക്ഗ്രൗണ്ട് ഉണ്ട്. ഈ റിമൂവ് ബാക്ക്ഗ്രൗണ്ട് ഒരു നല്ല ഫീച്ചറാണ്. പിന്നെ കൺവേർട്ട് ഇമേജ്, ക്രിയേറ്റ് PDF, മാർക്കപ്പ്, അങ്ങനെ പിന്നെ റൊട്ടേഷൻ ഓഫ് ഇമേജസ്. ഇപ്പം നമ്മൾ ഫോർ എക്സാമ്പിൾ നമുക്കിപ്പോൾ റിമൂവ് ബാക്ക്ഗ്രൗണ്ട് ട്രൈ ചെയ്ത് നോക്കുവാണെങ്കിൽ ഓക്കെ, ഓട്ടോമാറ്റിക് നമ്മുടെ ആ ഇമേജിൻ്റെ ബാക്ക്ഗ്രൗണ്ട് മാറി. അപ്പം അതൊരു നല്ല ഫീച്ചറാണ്. പിന്നെ ഇപ്പം നമുക്ക് ഇത് രണ്ടും കൂടെ ഒരുമിച്ച് നമുക്ക് PDF ആക്കണമെങ്കിൽ അത് രണ്ടും കൂടെ സെലക്ട് ചെയ്തിട്ട് ക്രിയേറ്റ് PDF കൊടുത്താൽ ഓട്ടോമാറ്റിക് അത് PDF ആവും. അങ്ങനൊരു ഓപ്ഷൻ ഉണ്ട്. പിന്നുള്ളതെന്ന് പറഞ്ഞാൽ നമുക്കിനിയിപ്പം നമ്മുടെ ഇമേജിൻ്റെ സൈസ് ചേഞ്ച് ചെയ്യണമെങ്കിൽ, അല്ലെങ്കിൽ നമുക്ക് ഇമേജിൻ്റെ ഫോർമാറ്റ് കൺവേർട്ട് ചെയ്യണം പറ്റുന്ന മെത്തേഡ് നമ്മൾ പ്രിവ്യൂ ആപ്പിനകത്ത് ഓപ്പൺ ചെയ്യുക. ഓപ്പൺ ചെയ്ത് കഴിഞ്ഞിട്ട് മാർക്കപ്പിനകത്ത് പോവുക.
ഇവിടെ നമുക്ക് ഇങ്ങനൊരു ഫീച്ചറുണ്ട്, ഇമേജ് ഡൈമെൻഷൻസ്. ഇതെല്ലാം മാറ്റാനുള്ള ഓപ്ഷനുണ്ട്. ഇവിടെ നമുക്ക് ഏത് സൈസിൽ വേണമെങ്കിലും ഇമേജ് ആക്കാം. അപ്പോൾ അതിനനുസരിച്ച് ഇതിൻ്റെ സൈസ് മാറും. എന്നിട്ട് സേവ് ചെയ്ത് കഴിഞ്ഞാൽ ഇമേജിൻ്റെ സൈസ് മാറ്റി കിട്ടും. അല്ലേ പിന്നെ ഇമേജിൻ്റെ ഫോർമാറ്റ് മാറ്റാൻ ഒരു ക്വിക്ക് ആക്ഷൻ ഉണ്ട്. അത് ക്വിക്ക് ആക്ഷൻസിൽ പോയിട്ട് ഇവിടെ കൺവേർട്ട് ഇമേജ്, ഇതിനകത്ത് നമുക്ക് ഈ പറയുന്ന 3 ഫോർമാറ്റിലോട്ട് നമുക്കിത് മാറ്റാൻ പറ്റും. ഓക്കെ, അപ്പം അതായിരുന്നു തേർഡ് ഫീച്ചർ. ഇനിയും നമുക്ക് കാണിക്കാനുള്ളത് ഇതൊരു ഫീച്ചറാണ്, നമ്മുടെ ഈ പാത്ത് ബാർ. നമുക്ക് ഈ പാത്ത് ബാർ ഇവിടെ കിടക്കുമ്പോൾ നമുക്ക് ഈസി ആയിട്ട് നമുക്ക് അതിൻ്റെ ഫോൾഡറിൻ്റെ പാത്ത് അറിയാൻ പറ്റും. അതുപോലെ തന്നെ ഇത് നമുക്ക് നമ്മുടെ ഡ്രൈവിനകത്ത് എത്ര സ്പേസ് ബാക്കിയുണ്ടെന്ന് അറിയാൻ പറ്റും. ഇത് എനേബിൾ ചെയ്യാനുള്ള മാർഗ്ഗം, നമ്മളിപ്പോൾ ഫൈൻഡറിലായിരിക്കുമ്പോൾ തന്നെ നമ്മൾ വ്യൂവിനകത്ത് പോവാം. വ്യൂവിനകത്ത് ഷോ പാത്തുണ്ട് ഇവിടെ. ഇതിപ്പം ഹൈഡ് പാത്തും ഹൈഡ് സ്റ്റാറ്റസ് ബാറും കൊടുത്തു കഴിഞ്ഞാൽ അത് രണ്ടും മാറും. അപ്പോൾ ഇപ്പം ഞാനത് രണ്ടും എനേബിൾ ചെയ്ത് വെച്ചിരിക്കുകയാണ്. അപ്പോൾ ഷോ പാത്ത് ബാർ പിന്നെ ഷോ സ്റ്റാറ്റസ് ബാർ, അപ്പം അത് രണ്ടും നമുക്ക് വിസിബിൾ ആവും. അപ്പം ഈ സ്ലൈഡർ വെച്ച് നമുക്ക് നമ്മുടെ തംബ്നെയിൽസിൻ്റെ സൈസ് കൂട്ടുകയും കുറയ്ക്കുകയൊക്കെ ചെയ്യാൻ പറ്റും. ഓക്കെ, ഇനിയും അടുത്ത ഫീച്ചർ നമ്മൾ ക്വിക്ക് പ്രിവ്യൂവിലാണ്. നമുക്ക് എങ്ങനെ ക്വിക്ക് പ്രിവ്യൂ ചെയ്യുന്നതെന്നുള്ളതാണ്. ഫോർ എക്സാമ്പിൾ ഇവിടെ നമുക്കിപ്പം കുറച്ച് ഇമേജസും വീഡിയോസും ഒക്കെ കിടപ്പുണ്ട്. ഇതിപ്പോൾ നമുക്ക് ഇത് ഓപ്പൺ ചെയ്യാതെ തന്നെ കാണണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് നമ്മളത് ക്ലിക്ക് ചെയ്തിട്ട് സ്പേസ് ബാറെ ക്ലിക്ക് ചെയ്താൽ മതി. എന്നിട്ട് നമുക്ക് നമ്മുടെ ആരോസ് യൂസ് ചെയ്ത് അത് അങ്ങോട്ടും ഇങ്ങോട്ടും നമുക്ക് മാറ്റാൻ പറ്റും. ഇപ്പം എൻ്റെ അടുത്തത് ഒരു വീഡിയോ ആണ്. ആ വീഡിയോ ഇങ്ങനെ പ്ലേ ചെയ്യാൻ പറ്റും. ജസ്റ്റ് സ്പേസ് ബാറെ പ്രസ് ചെയ്തുകൊണ്ട് അത് അങ്ങോട്ടും ഇങ്ങോട്ടും മൂവ് ചെയ്താൽ നമുക്കത് കാണാൻ പറ്റും. ഇപ്പോൾ ഒരു PDF ഫോൾഡറാണ് അവിടെ, ഫയലാണ് അവിടെ കിടക്കുന്നതെങ്കിൽ നമ്മൾ അതിൻ്റെ മണ്ടയ്ക്ക് നമ്മുടെ മൗസ് ഹോവർ ചെയ്യുവാണെങ്കിൽ നമുക്ക് 2 ആരോസ് കാണാൻ പറ്റും. അത് വെച്ച് നമുക്ക് ഏത് പേജാണ് PDFൻ്റെ ഫേസ് ഷീറ്റായിട്ട് വരേണ്ടതെന്ന് നമുക്ക് തീരുമാനിക്കാൻ പറ്റും. ഓക്കെ, പിന്നെ അടുത്തൊരു ഫീച്ചർ ഉള്ളതെന്ന് പറഞ്ഞാൽ ഇപ്പം നമ്മൾ പ്രത്യേകിച്ച് സ്ക്രീൻഷോട്ടൊക്കെ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് സേവ് ചെയ്യാൻ നമുക്ക് ഡെസ്റ്റിനേഷൻ ഫോൾഡർ കൊടുക്കാം. പക്ഷേ ഡീഫോൾട്ടായിട്ട് അതെല്ലാം ഡെസ്ക്ടോപ്പിലാണ് സേവ് ആവുന്നത്. ഇപ്പോൾ ഇത് നമുക്ക് കണ്ടാൽ അറിയാമല്ലോ, ഡെസ്ക്ടോപ്പ് ക്ലീൻ ആയിട്ടല്ല കിടക്കുന്നത്. അപ്പം ഇത് ഈസി ആയിട്ട് നമുക്ക് ക്ലീൻ ആക്കി വെക്കാനുള്ളൊരു ഓപ്ഷൻ ഉണ്ട് ഇതിനകത്ത്. അത് യൂസ് സ്റ്റാക്സ് ആണ്. നമ്മൾ യൂസ് സ്റ്റാക്സ് ചെയ്ത് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക് അതാത് ഫോർമാറ്റ്സ് ഉള്ളതെല്ലാം ഒരു സ്റ്റാക്കാക്കി മാറ്റും. അപ്പം നമ്മളിനിയിപ്പോൾ അതേ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അത് കംപ്ലീറ്റ് ഓപ്പൺ ആയി വരും. അങ്ങനെ. ഓക്കെ, ഇനിയും അടുത്തൊരു ഫീച്ചർ, ഇപ്പം നമുക്ക് ഈ ഇത്ര ഇമേജസിൻ്റെ ഇൻഫർമേഷൻ നമുക്ക് സൈഡ് ബൈ സൈഡ് ഒന്ന് കമ്പയർ ചെയ്ത് നോക്കണം. ഇതിൽ ഏത് ഇമേജാണ്, ഏതൊക്കെ ഫോർമാറ്റാണ്, സൈസ് എങ്ങനെയാണ് എന്നൊക്കെ അറിയണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ 4 ഇമേജോടെ സെലക്ട് ചെയ്യുക. എന്നിട്ട് റൈറ്റ് ക്ലിക്ക് ചെയ്തിട്ട് ഗെറ്റ് ഇൻഫോ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് എല്ലാ ഇൻഫർമേഷൻ പേജും ഒരുമിച്ച് വരും. ഇവിടെ നമുക്ക് അതിൻ്റെ ഡീറ്റെയിൽസ് കംപ്ലീറ്റ് സൈഡ് ബൈ സൈഡായിട്ട് നമുക്ക് കമ്പയർ ചെയ്തെടുക്കാൻ പറ്റും. ഓക്കെ, ഇനിയുള്ളൊരു ഫീച്ചർ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ പ്രിവ്യൂ ആപ്പിൻ്റെയാണ്. ഈ പ്രിവ്യൂ ആപ്പിനകത്ത് നമ്മൾ ഇവിടെ ഇങ്ങനെ ഓപ്പൺ ആയി കിടക്കുമ്പോൾ റൈറ്റ് ക്ലിക്ക് ചെയ്ത് ഷോ ഓൾ വിൻഡോസ് കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ ലാസ്റ്റിൽ ഓപ്പൺ ചെയ്ത 10 ഇമേജസ് നമുക്ക് കാണാൻ പറ്റും. ഇതിൽ നിന്ന് തന്നെ നമുക്ക് ആ ഇമേജസ് ഈസി ആയിട്ട് സെലക്ട് ചെയ്യുകയും ചെയ്യാം. നമ്മൾ ആ ഫോൾഡർ തപ്പി പോകണ്ട, നമുക്ക് പെട്ടെന്ന് നമ്മൾ ഏത് ഇമേജാണ് നേരത്തെ കണ്ടതെന്നുള്ളത് നമുക്ക് പെട്ടെന്ന് കാണാനായിട്ട്. ഓക്കെ, അപ്പം ഈ കാണിച്ച ഫീച്ചേഴ്സൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിചാരിക്കുന്നു. നിങ്ങളും ട്രൈ ചെയ്ത് നോക്കണം മാക് ഉള്ളവരാണെങ്കിൽ. അപ്പം താങ്ക് യു ഫോർ വാച്ചിങ്. ഇനിയും പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക് യു, ബൈ.